ഭൂപതിവ് നിയമവുമായി ബന്ധപ്പെട്ട ഒരു ചട്ടം നേരത്തെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിരുന്നു. റെഗുലറൈസേഷന് വേണ്ടിയിട്ടുള്ള ചട്ടം, വ്യവസ്ഥാലംഘനങ്ങൾ ക്രമീകരിച്ച് നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ചട്ടത്തിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയറും ഡിസംബർ മാസത്തിൽ തന്നെ തയ്യാറായി. ചട്ടപ്രകാരം ഓൺലൈനായാണ് അപേക്ഷകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് ഓൺലൈനായിട്ടുള്ള അപേക്ഷയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ പാടില്ലാതിരിക്കാൻ, അതിൻ്റെ ആധികാരികത ഉറപ്പിക്കാൻ ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കാൻ NIC ആണ് ചുമതലപ്പെടുത്തിയത്. NIC ആ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ട്രയൽ റൺ വളരെ കൃത്യതയോടുകൂടി നോക്കി പരിശോധിച്ചതിന് ശേഷം പട്ടയ വ്യവസ്ഥാലംഘനങ്ങൾ ക്രമീകരിച്ച് നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ പൂർണ്ണമായും സജ്ജമായി എന്ന് പൊതുജനങ്ങളെ അറിയിക്കാനും നാളെ മുതൽ അതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ആരംഭിച്ചതായിട്ട് അറിയിക്കാനും വേണ്ടിയാണ് ഈ കാര്യം പ്രത്യേകമായി പറയാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവ് നേരത്തെ ഇറങ്ങിയിരുന്നു. ഈ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ട ഓതറൈസ്ഡ് ഓഫീസറെയും അതുപോലെ തന്നെ കോമ്പിറ്റൻ്റ് ഓഫീസറെയും ഒക്കെ നിശ്ചയിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരുന്നു. ഇനിയിപ്പോൾ അവസാനം ഇറങ്ങാനുണ്ടായിരുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയറാണ്. പട്ടവ്യവസ്ഥകൾ ക്രമീകരിച്ച് നൽകുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഇപ്പോൾ സജ്ജായി. പൊതുജനങ്ങൾക്ക് www.klarc.kerala.government.in എന്ന പോർട്ടൽ ലിങ്കിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ കഴിയുന്ന തരത്തിലാണ് പോർട്ടലിൻ്റെ രൂപകൽപ്പന തയ്യാറാക്കിയിട്ടുള്ളത്. പോർട്ടലിൽ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് സംബന്ധിച്ച് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പോർട്ടലിൽ കയറിയിട്ട് അപേക്ഷ സമർപ്പിക്കാനുള്ള എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന പക്ഷം ഈ ട്യൂട്ടോറിയൽ വീഡിയോ അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തും. പോർട്ടലിൽ താമസത്തിനുള്ള കെട്ടിടങ്ങളും 3000 ചതുരശ്ര അടി വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മിതികളും ക്രമവൽക്കരിക്കാൻ ഫോം Aയും, പൊതുകെട്ടിടങ്ങൾ, എയ്ഡഡ് സ്കൂളുകൾ കെട്ടിടങ്ങൾ എന്നിവയുടെ നിർമ്മാണം ക്രമവൽക്കരിക്കുന്നതിന് ഫോം നമ്പർ Bയും, ഇവയിൽ ഉൾപ്പെടുത്താത്ത മറ്റ് ചട്ടലംഘനങ്ങൾ ക്രമീകരിക്കുന്നതിന് ഫോം നമ്പർ D എന്നിങ്ങനെ 3 തരത്തിലായിട്ടാണ് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഈ സോഫ്റ്റ്വെയർ വഴി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപേക്ഷയ്ക്ക് ആസ്പദമായിട്ടുള്ള ഭൂമി സ്ഥിതി ചെയ്യുന്ന ജില്ലയും താലൂക്കും വില്ലേജും തണ്ടപ്പേരും രേഖപ്പെടുത്തി ഫെച്ച് ചെയ്താൽ റിലീസിൽ നിന്ന് മറ്റെല്ലാ വിവരങ്ങളും ലഭ്യമാകുന്ന വിധം പോർട്ടൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇനി ഏതെങ്കിലും വിധത്തിൽ മറ്റു ഡോക്യുമെൻറ്റുകൾ അറിയില്ല എന്നുള്ളവർക്കും വളരെ ഈസിയായി അത് ക്രമീകരിക്കാൻ വേണ്ടി ജില്ലാ, താലൂക്ക്, നമ്മുടെ വില്ലേജ്, തണ്ടപ്പേരെന്ന് അടിച്ചു കൊടുത്താൽ റിലീസിലുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ മുമ്പിൽ സജ്ജമാകും. അങ്ങനെ വളരെ മിനിമമായിട്ടുള്ള സൗകര്യങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് പോർട്ടലിൽ ഈ സംവിധാനങ്ങൾ ലഭ്യമാക്കിയിട്ടുള്ളത്. അപേക്ഷാ സമർപ്പണം മുതൽ ഉത്തരവ് വരെ ചെലാൻ റെമിറ്റൻസ് ഉൾപ്പെടെ എല്ലാം ഓൺലൈനാണ്. അപേക്ഷയ്ക്കും ചെറിയ പണം അടയ്ക്കും, അതിൻ്റെ നിർവഹണ സംവിധാനങ്ങൾക്കും അത് വേണ്ടി വരും. ആ വിധത്തിൽ വളരെ സജ്ജമായിട്ടുള്ള ഒരു പോർട്ടൽ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ ക്രമീകരിച്ച് പുറത്തിറങ്ങുകയാണ്. നാളെ മുതൽ ആളുകൾക്ക് സമീപിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ klarc.kerala.government.in നിങ്ങൾക്ക് അതിലേക്ക് പോർട്ടൽ ലിങ്കിലൂടെ അതിലേക്ക് പ്രവേശിച്ച പ്രവർത്തനങ്ങൾ നടത്താനും പറ്റുന്ന വിധം അത് വളരെ ലളിതമാക്കി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് അതുപോലെ തന്നെ ഫ്ലഡ് റോഡുകളുടെ നിർമ്മാണ അനുമതി മുതൽ ബിൽഡിംഗ്, അതായത് ബില്ല് ഡിസ്പേഴ്സ് വരെയുള്ള എല്ലാ പ്രവൃത്തികളും നിർവഹിക്കുന്നതിന് സുവീതി എന്ന പേരിലൊരു പുതിയ പോർട്ടൽ ദുരന്ത നിവാരണ വകുപ്പിൻ്റെ കീഴിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികൾക്ക് അവരുടെ അധികാര പരിധിയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്ന റോഡുകളുടെ പുനരുദ്ധാരണം സംബന്ധിച്ച് അപേക്ഷ സമർപ്പിക്കാൻ, അതിൻ്റെ അനുമതി മുതൽ അന്തിമമായിട്ടുള്ള ബിൽ സമർപ്പണം വരെയുള്ള പുരോഗതികൾ വിലയിരുത്താൻ ഒക്കെ കഴിയുന്ന വിധത്തിലാണ് സുവീതി എന്ന പോർട്ടൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഈ വരുന്ന ആഴ്ച പോർട്ടലിൻ്റെ ഔപചാരികമായിട്ടുള്ള ലോഞ്ചിങ് ബഹുമാനപ്പെട്ട സ്പീക്കർ നിയമസഭയിൽ വെച്ച് നിർവഹിക്കാനും വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു സുപ്രധാനമായ കാര്യം, പട്ടയത്തിലും പട്ടയ മിഷനിലും ചരിത്രപരമായിട്ടുള്ള മാറ്റം വരുത്തിക്കൊണ്ട് അതിവേഗം മുന്നേറുകയാണ് ഈ ഗവൺമെൻറ്. ബഹുമാനപ്പെട്ട ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ 4,10,000-ലധികം ഭൂരഹിതരായിട്ടുള്ള മനുഷ്യരെ
ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റിയിട്ടുള്ള ചരിത്ര മുന്നേറ്റമാണ് ഇതിൻ്റെ ഭാഗമായി നമ്മൾ നിർവഹിച്ചിരുന്നത്. അങ്ങനെ അത് നിർവഹിച്ചു പോരുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള പട്ടയ മിഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ടാക്കി. പട്ടയ ഡാഷ്ബോർഡിൽ ഓരോ നിയോജക മണ്ഡലത്തിലെയും ആളുകളുടെ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തി. അങ്ങനെ രേഖപ്പെടുത്തി വരുന്നതിൽ ഒരു പ്രശ്നമായി ഭൂമി കൊടുക്കാൻ പറ്റാത്ത കാരണമായി കണ്ടത് അതിൻ്റെ പരിധി, വരുമാന പരിധി 1 ലക്ഷം രൂപയാണ് എന്നാണ്. അതായത് മുനിസിപ്പൽ കോർപ്പറേഷൻ നഗരപരിധിയിലുണ്ടായിരുന്ന ആളുകൾക്ക് 1 ലക്ഷം രൂപ 2.5 ലക്ഷം രൂപയായി ഉയർത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഇപ്പോൾ നമ്മൾ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പിന്നാലെ പഞ്ചായത്ത് പ്രദേശങ്ങളിലെ ഭൂപതിവിനായിട്ടുള്ള 964 ഭൂപതിവ് ചട്ടങ്ങളിലും ഭേദഗതി വരുത്തി 1 ലക്ഷം രൂപയിൽ നിന്ന് 2.5 ലക്ഷം രൂപയായിട്ട് ഉത്തരവിറക്കുകയാണ്. രണ്ടാമത്തെ ഉത്തരവും ഇന്ന് പുറത്തിറങ്ങും. അപ്പോൾ ആ വിധത്തിൽ 95 ചട്ടത്തിലും 64 ചട്ടത്തിലും ഇനി മുതൽ വരുമാന പരിധി 2.5 ലക്ഷം രൂപയായി ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ വലിയൊരു നമ്പർ, 10,000 ആളുകൾക്ക് ഇതിൻ്റെ ആനുകൂല്യം നമുക്ക് ലഭ്യമാകും. പലരുടെയും പ്രശ്നം നമ്മുടെ മുമ്പിൽ വരിക 1 ലക്ഷം രൂപയാണ് വാർഷിക പരിധി എന്നുള്ളത് കൊണ്ട് ഏറ്റവും ചെറിയ സംഖ്യയാണ്. ഏതെങ്കിലും ഒരു ചെറിയ താൽക്കാലിക ജോലി കിട്ടിയാൽ പോലും അത് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയാൽ 1 ലക്ഷത്തിലധികം രൂപയായി അത് മാറും. അപ്പോൾ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി സാധാരണ ഉണ്ടായിരുന്നത് 64ലെയും 95ലെയും ചട്ടത്തിൽ 21ഉം 24 ഉപയോഗിച്ച് സർക്കാരിൻ്റെ പ്രത്യേക അധികാരം വിനിയോഗിച്ച് ഓരോ കേസിലും ഇത് വേവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ ബൾക്കായ ആളുകൾക്ക് പട്ടയം കൊടുക്കുന്നതിൽ പ്രയാസം ഉണ്ടാക്കും. 2.5 ലക്ഷമായി ഉയർത്തിയതോടുകൂടി 10,000 ആളുകൾക്ക് അതിൻ്റെ ഗുണപരമായിട്ടുള്ള നേട്ടങ്ങൾ ലഭ്യമാകും. 5 ലക്ഷം പട്ടയം എന്ന ആശയത്തിലേക്ക് പോകുന്നതിൻ്റെ വലിയ അളവിലുള്ള വർധനവിന് അത് ഗുണകരമായി സഹായിക്കും. ഈ 3 കാര്യങ്ങളാണ് ഔപചാരികമായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് രേഖപ്പെടുത്താനുള്ളത്. അക്കാര്യങ്ങൾ പത്രസമ്മേളനത്തിൽ നിങ്ങളുടെ അറിവിന് വേണ്ടി സമർപ്പിക്കുകയാണ്.